2007 റിലീസായ ഡിറ്റക്റ്റീവ് എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്തേക്ക് ചുവടുവെച്ച ആളാണ് ജിത്തു ജോസഫ്. ആദ്യ ചിത്രം പ്രതീക്ഷിച്ച വിജയം നേടാതെ പോയപ്പോൾ ജിത്തു തന്റെ ട്രാക്ക് മാറ്റിപ്പിടിക്കുകയായിരുന്നു. മമ്മി ആൻഡ് മീ, മൈ ബോക്സ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മെമ്മറീസിലൂടെ ജിത്തു വീണ്ടും ത്രില്ലർ ട്രാക്കിലേക്ക് എത്തി. പിന്നീട് ജിത്തു ഒരുക്കിയ ദൃശ്യം മലയാള സിനിമയുടെ നാഴികക്കല്ലായി മാറി. ആളുകൾക്ക് തന്റെ സിനിമയോടുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചും താൻ ചെയ്യാൻ ആഗ്രഹിച്ച സിനിമയെക്കുറിച്ചും ഒറിജിനൽസ് എന്റർടൈൻമെന്റ്സിനോട് സംസാരിക്കുകയാണ് ജിത്തു ജോസഫ്. ഞാനിപ്പോൾ ഒരു കോമഡി സിനിമ ചെയ്യാൻ പോകുകയാണ് എന്നറിഞ്ഞാൽ പലരും വല്ലാത്തൊരു നോട്ടം നോക്കും. ഇയാൾ കോമഡി പടമൊക്കെ ചെയ്യുമോ എന്നാണ് അതിന്റെ അർത്ഥം. ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ എല്ലാ യോണറിലും എസ്പയർ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. CID മ്യൂസ പോലൊരു സിനിമ എനിക്ക് ചെയ്യാൻ പറ്റാത്തതിൽ ജോണി ആന്റണിയോട് അസൂയ ഉണ്ടായിട്ടുണ്ട്. അയാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജിത്തു ജോസഫ് പറഞ്ഞു. ദൃശ്യം എന്ന സിനിമ തനിക്കൊരു ഭാരമായി മാറുകയാണെന്ന് പറയുകയാണ് ജിത്തു ജോസഫ്. ദൃശ്യത്തിനു ശേഷം ഏത് സിനിമ ചെയ്താലും എല്ലാവരും ആ സിനിമയെ ദൃശ്യവുമായി കമ്പയർ ചെയ്യാറുണ്ടെന്നും ജിത്തു ജോസഫ് പറഞ്ഞു. ദൃശ്യത്തിന്റെ ലെവലിൽ എത്തിയില്ലെന്നാണ് തന്റെ എല്ലാ സിനിമകൾക്കും ആളുകൾ അഭിപ്രായപ്പെടുന്നതെന്നും ജിത്തു ജോസഫ് കൂട്ടിച്ചേർത്തു.